ഒരു ചെറിയ ഡൗട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലിൽ GST കൊടുക്കണം. ഞാനൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ കാർ വാങ്ങിയത്. ഇപ്പം ഈവൻ അല്ലെങ്കിൽ പോലും ഞാൻ മറിച്ച് വിൽക്കാനായിട്ട് ഞാനൊരു ബ്രോക്കറാണ് എന്നുള്ള സ്ഥിതിയിൽ എന്താണ് അവസ്ഥ? ഞാൻ ടാക്സ് കൊടുക്കണോ? സെക്കൻഡ് ഹാൻഡ് കാറ് വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും GST ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാറ് അയാൾ വിൽക്കുകയാണെങ്കിൽ, വിൽക്കുന്ന ആൾക്കാണ് GSTന്റെ അപ്ലിക്കേഷൻ വരിക. അപ്പോൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാറ് ഒരാൾ മറ്റൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ അതിന് നിലവിൽ എന്തില്ല? GST ഇല്ല. സെക്കൻഡ് ഹാൻഡ് കാറ് വിൽക്കുന്നതിന് എന്തില്ല? GST ഇല്ല. നേരെ മറിച്ച് ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് കാറ് വാങ്ങിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡീലേഴ്സും ബ്രോക്കേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ബ്രോക്കർമാരാണ് വാങ്ങിക്കുന്നത്. എന്തായാലും അവർ വാങ്ങിച്ചാൽ വാങ്ങിയ വിലയേക്കാളും കൂടുതൽ ഒരു മാർജിൻ ഇട്ടിട്ടാണ് പുറത്ത് വിൽക്കുക. അങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിൽ നോർമലി അതിനെന്ത് വരും? ഈ ഡീലർമാർ GST അടക്കേണ്ടി വരും. അപ്പൊ അവര് GST അടക്കേണ്ടത് വിൽക്കുന്ന തുകക്ക് മുഴുവനല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഒരു ബ്രോക്കർ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചെന്ന് വിചാരിക്കും. അതൊരു 6 ലക്ഷം രൂപക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ ഈ മാർജിനായിട്ട് വരുന്ന 1 ലക്ഷം രൂപക്കാണ് എന്ത് ചെയ്യേണ്ടത്? GST അടക്കേണ്ടി വരിക. അപ്പോൾ ഈ ഡീലറായിട്ട് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ടേൺ ഓവർ പരിധി കൂടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? GST രജിസ്ട്രേഷൻ എടുക്കുകയും അതിന്റെ GST അടക്കുകയൊക്കെ വേണം.